സുപ്രഭാതം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അന്ത്യത്തോളം നിന്നീടുകൾ സന്തോഷത്തെ പോക, നമുക്കന്ത്യത്തോളം നിന്നീടുകൾ സന്തോഷത്തെ പോക. അസ്ഥിരരായോർക്കിത്തിരി സൗഖ്യം കിട്ടാനെഴുതാമോ? അസ്ഥിരരായോർക്കിത്തിരി സൗഖ്യം കിട്ടാനെഴുതാമോ? മനസ്സിൽ തട്ടാസുഖലേശം സമസ്തം കുഴച്ചിലായി പോകും. അന്ത്യത്തോളം നിന്നീടുക സന്തോഷത്തെ പോക, നമുക്കന്ത്യത്തോളം നിന്നീടുക സന്തോഷത്തെ പോക. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ സാം പ്രസാദ് മുള്ളരിങ്ങാട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തൃപ്പാദമെന്ന ഈ പ്രതിദിന പ്രോഗ്രാമിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള പ്രഭാത വന്ദനങ്ങൾ പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ താൽപര്യപ്പെടുന്നു. സഭാപ്രസംഗി 3:11 വാക്യം. സഭാപ്രസംഗി 3:11. നാം അവിടെ ഇപ്രകാരം വായിക്കുന്നു: അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. നമ്മുടെ ജീവിതത്തിൽ നാം പല നിർണായക കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ പാകപ്പിഴകൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നാം എന്തെങ്കിലും ഒന്ന് ചെയ്തതിന് ശേഷം ആളുകൾ പല അഭിപ്രായങ്ങൾ പറയുന്നത് നാം കേൾക്കാറുണ്ട്. ഒരുപക്ഷെ എന്തെങ്കിലും ചെയ്തതിന് ശേഷം ആളുകൾ പറയും, നീ അത് ഒരു മാസം മുമ്പ് ചെയ്തിരുന്നുവെങ്കിൽ, ഒരു വർഷം മുമ്പ് നീ തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ, ഈ കാര്യം ചെയ്തിരുന്നുവെങ്കിൽ അല്പം കൂടി നന്നാകുമായിരുന്നു, അല്പം കൂടി ഭംഗിയായിരുന്നു, പ്രയോജനകരമായിരുന്നു എന്നെല്ലാം ആളുകൾ പറഞ്ഞേക്കാം. ഒരുപക്ഷെ നാം എന്തെങ്കിലും ചെയ്തതിനു ശേഷം ആളുകൾ പറയും, നീ ഇപ്പോൾ അത് ചെയ്യേണ്ടായിരുന്നു, അല്പം കൂടി പക്വത വന്ന്, അല്ലെങ്കിൽ അല്പം കൂടി സമയം കഴിഞ്ഞ്, ഒരു വർഷമെങ്കിലും കഴിഞ്ഞ് നീ അത് ചെയ്തിരുന്നുവെങ്കിൽ അല്പം കൂടി നന്നായിരുന്നു, അല്പം കൂടി ഭംഗിയായിരുന്നു എന്ന് ഒരുപക്ഷെ പറഞ്ഞെന്ന് വന്നേക്കാം. അങ്ങനെ പറയുന്നതിന് കാരണം മാനുഷികമായ നിലയിൽ നാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, ആ കാര്യങ്ങൾക്കെല്ലാം പാകപ്പിഴകൾ സംഭവിക്കും, അല്ലെങ്കിൽ സംഭവിച്ചെന്ന് വന്നേക്കാം. എന്നാൽ ഇവിടെ പറയുകയാണ്, ദൈവം ചെയ്യുന്ന ഒരു കാര്യത്തിലും പാകപ്പിഴകൾ സംഭവിക്കുവാൻ സാധ്യത ലേശം പോലുമില്ല. ദൈവം എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അത് മുഴുവൻ അതതിന്റെ സമയത്ത് ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. മാനുഷികമായ നിലയിൽ നാം നോക്കിയാൽ നമുക്ക് മനസ്സിലാകുവാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. ഈ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നാം വായിച്ചത് ഇങ്ങനെയാണ്: എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. മാനുഷികമായി ദൈവിക പദ്ധതിയെ മനസ്സിലാക്കുവാൻ, അതിനെ ഗ്രഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ, കടക്കെണിയാകാം, നഷ്ടങ്ങളാകാം, വേണ്ടപ്പെട്ടവരുടെ വേർപാടാകാം, അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിന്റെ പ്രയോജനത്തെ, അതിന്റെ ഗുണത്തെ, ദൈവിക ഉദ്ദേശത്തെ ഗ്രഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. എന്നാൽ ഇവിടെ പറയുകയാണ്, നമുക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവം ചെയ്യുന്നതെല്ലാം അതതിന്റെ സമയത്താണ്. ദൈവം ചെയ്യുന്നതെല്ലാം ഭംഗിയായിട്ടാണ്. നമ്മുടെ നന്മയെ കരുതിയാണ് ദൈവം എല്ലാം ചെയ്യുന്നത്. ഒരുപക്ഷെ ആ സംഭവ വികാസങ്ങളുടെ നടുവിൽ അതിന്റെ നന്മയെ, അതിന്റെ ഗുണത്തെ, അതിന്റെ പ്രയോജനത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. എന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതെല്ലാം
നന്മയ്ക്കാണെന്ന് നാം മനസ്സിലാക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ നിരാശപ്പെട്ട് ദൈവം എന്തുകൊണ്ട് എനിക്ക് ഈ സമയത്ത് ഇത് തന്നു, ദൈവം എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പ്രവർത്തിച്ചു, ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ദൈവം എന്നോട് ഇത് ചെയ്തതെന്ന് ഓർത്ത് നിരാശപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഓർക്കുക, ദൈവം നിനക്ക് വേണ്ടി ചെയ്തതിന്റെ നന്മ ഇന്നല്ല നീ മനസ്സിലാക്കുന്നത്, കാലങ്ങൾ കഴിയുമ്പോൾ നീ അത് മനസ്സിലാക്കും. ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവമേ നീ എന്നെ സ്നേഹിക്കുന്നുവല്ലോ, ദൈവമേ നീ നന്മയായിട്ടല്ലാതെ എനിക്കൊന്നും ചെയ്യാത്തവനാണ്, ഇതിനെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്ന് പറയുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ നിരാശ കൂടാത്ത പ്രത്യാശാപൂരിതമായൊരു ജീവിതം നയിപ്പാൻ ദൈവം നമുക്ക് ഇടവരുത്തും. അങ്ങനെ ദൈവത്തെ വിശ്വസിച്ച് ആശ്രയിച്ച ഭക്തന്മാർ തങ്ങളുടെ ജീവിതങ്ങളിൽ നിന്നിങ്ങനെ എഴുതി, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ദൈവത്തെ ഞാൻ സ്തുതിക്കും. ദുഃഖത്തിന്റെ പാനപാത്രങ്ങൾ നമ്മുടെ കൈകളിലേക്ക് വരുമ്പോൾ ഭക്തന്മാരെ പോലെ നമുക്കിത് ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ ദൈവത്തിനേറെ പ്രയോജനമുള്ളവരായി നമുക്ക് തീരാൻ സാധിക്കും. അതിന് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. അന്ത്യത്തോളം നിന്നീടുകിൽ സന്തോഷത്തെ പോകാം, നമുക്കന്ത്യത്തോളം നിന്നീടുകിൽ സന്തോഷത്തെ പോകാം.